നമസ്കാരം. PVC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കർഷകരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ കിഫ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവകാശ പത്രിക അവതരിപ്പിച്ചു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് 30-ലധികം നിർദ്ദേശങ്ങളുമായി അവകാശ പത്രിക അവതരിപ്പിച്ചത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം. വാട്ടർ ടാങ്കിന് മുകളിൽ അതിഥി മന്ദിരങ്ങളുമായി ഇടുക്കിയിൽ നവീന പദ്ധതി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 3.4 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകി. 2026-27 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വികസന സെമിനാർ രൂപം നൽകിയത്. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. വാർത്തകൾ വിശദമായി. CPM നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളാണെന്നും ആക്രമണങ്ങൾക്കെതിരെ ജനം തിരിച്ചടി നൽകുമെന്നും VD സതീശൻ പറഞ്ഞു. ചിന്താ ജെറോമിനെതിരെയും ആഞ്ഞടിച്ചു. ബുദ്ധിജീവിയായ വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന്റെ മുദ്രാവാക്യം കേരളം മറക്കില്ലെന്നും യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നതെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. ആരോഗ്യ മന്ത്രിക്ക് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്ന പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ ആക്രമണം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU നേതാവിന്റെ വീടിന് ബോംബെറിയാൻ ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി വധശ്രമത്തിന് അവരെ ജയിലിലടക്കിയ ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായി ഇത് പച്ചക്കള്ളമാണ് മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ, പക്ഷെ അതിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് നേതാക്കൾ. പുതിയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ പത്തനംതിട്ട ജില്ലയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഇതിന്റെ പേരിൽ ഇല്ലാത്ത ഒരു ആക്രമണത്തിന്റെ പേരിൽ വ്യാപകമായി നശിപ്പിച്ചു. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. വീടിന് ബോംബെറിയാൻ പച്ചക്കള്ളം നുണ പ്രചരിപ്പിച്ച് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഒരു മന്ത്രി നുണ പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ അക്രമം നടക്കുകയാണ്. അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. ME ഗോവിന്ദൻ പറഞ്ഞത് KSUക്കാർ പോയി മന്ത്രിയുടെ പെടലി പിടിച്ച് തിരിച്ചു എന്ന്, കൈ പിടിച്ച് തിരിച്ചു എന്നാണ്. നട്ടാൽ കുടിക്കാത്ത നുണകൾ പറഞ്ഞ് വ്യാപകമായി കേരളത്തിൽ മുഴുവൻ അക്രമം ഉണ്ടാക്കിയാണ്. ഇതിനുള്ള തക്ക തിരിച്ചടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കും. ആരോഗ്യ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണ കഥ. അതിപ്പോ പൊളിഞ്ഞ് പാളീസായി 7 നിലയിൽ പൊട്ടിയിരിക്കുക. എന്നിട്ടും അതിന്റെ പേരിൽ അക്രമം നിർത്താൻ CPM നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക വ്യാപകമായി. ഞങ്ങൾ പറയാനുള്ളത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, ഇത് അവസാനിപ്പിക്കണം എന്നാണ്. ആ കേസ് പിൻവലിക്കണം. വധശ്രമത്തിനെടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ആയുധം താഴെ വെക്കണം, അക്രമം അവസാനിപ്പിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കും, ഒരു സംശയം വേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ 100% ആളുകൾക്കും ബോധ്യമുണ്ട് ഇത് വെറും തട്ടിപ്പായിരുന്നു. റെയിൽവേ
RPF ക്യാമറ പരിശോധിച്ചിട്ടും പുറത്തു വന്നു ഒരു തരത്തിലുള്ള അക്രമം നടന്നിട്ടില്ല. ഇന്നലെ ഒരു കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടിക്കാരന് അടുത്തു വന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തി, അതും പൊളിഞ്ഞുപോയി. മന്ത്രിയുടെ ഗൺമാനായിരുന്നു അടുത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. അപ്പൊ മന്ത്രി തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇല്ലാത്ത കുഴപ്പം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് അഭിനയിച്ച് കാണിച്ചതാണ് എന്ന് കേരളം മുഴുവൻ ബോധ്യമായി. അവർ ഈ ജില്ലയെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അവർ നടത്തിയ ഈ ശ്രമം ഈ ജില്ലയ്ക്ക് കൂടി അപമാനമാണ്. ഞാനത് പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ബുദ്ധിജീവിയായ ഒരു വനിതാ യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം കേട്ട ഇതാണ് കേരളത്തിലെ SFIയും DYFIയും ഇതാണോ? എന്നിട്ട് ഇവര് സംസ്കാര സമ്പന്നരാണ്, പുരോഗമന ആശയക്കാരാണെന്ന് പറയുന്നു. അവർ വിളിച്ച മുദ്രാവാക്യം കേരളം അത് മറക്കില്ല. അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് നേതാക്കന്മാർ ഇറങ്ങിയിട്ട്. അല്ലെ ഞാൻ പറഞ്ഞത് ME ഗോവിന്ദൻ പറഞ്ഞത് KSUക്കാർ പോയി മന്ത്രിയുടെ പെടലിയും കയ്യും പിടിച്ച് തിരിച്ചെന്നാണ്. ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിനെതിരായിട്ട് കലാപത്തിന് കേസെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. കർഷകരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ കിഫ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവകാശ പത്രിക അവതരിപ്പിച്ചു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് 30-ലധികം നിർദ്ദേശങ്ങളുമായി അവകാശ പത്രിക അവതരിപ്പിച്ചത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്ന മുന്നണിക്കൊപ്പം കിഫയും കർഷകരും നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഫ എന്ന സംഘടന ആരംഭിച്ചത്. മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന വന്യമൃഗശല്യത്തിൽ ഉൾപ്പെടെ സർക്കാർ ക്രിയാത്മകമായ നടപടികൾ എടുക്കണമെന്നാണ് കിഫ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സ്വയരക്ഷയ്ക്കായി വന്യമൃഗങ്ങളെ കൊല്ലാം. അതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഭൂമിയിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നവർക്കെതിരെ കേസെടുക്കില്ല എന്ന നയപരമായ തീരുമാനമെടുക്കുക, റോഡുകളുടെ സമീപത്തെ കുറ്റിച്ചെടികളും മരങ്ങളും വെട്ടി വിസ്ത ക്ലിയറൻസ് നടപ്പാക്കുക, വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് ആശ്വാസധനം ഉയർത്തുക, വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ നാടുകടത്തുക, റബ്ബർ, തേങ്ങ, നെല്ല് കൃഷികൾക്ക് താങ്ങുവില ഉയർത്തുക, ഭൂമിയുടെ സീലിംഗ് പരിധി ഉയർത്തുക തുടങ്ങി 30-ലധികം നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് അവകാശ പത്രിക പുറത്തിറക്കിയത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്ന മുന്നണിക്കൊപ്പം കിഫയും കർഷകരും നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിഫയുടെ കർഷക അവകാശ പത്രിക റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവകാശ പത്രിക. നമുക്ക് വന്യമൃഗ ശല്യവും ഇന്ന് കേരളത്തിലെ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട 15 ഡിമാൻഡുകൾ, അതുപോലെ മറ്റു ഭൂവിഷയങ്ങൾ, അതുപോലെ MSP, താങ്ങുവില, ഇങ്ങനെയുള്ള പട്ടയ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 20 ഡിമാൻഡ്സ്, അങ്ങനെ മൊത്തം 35 ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലേക്കും നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ ഈ ഡിമാൻഡുകൾ കയറുകയും കർഷകർക്ക് അനുകൂലമായ നയപരമായ തീരുമാനത്തിലേക്ക് അവ നയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കിഫയുടെ ഡിമാൻഡ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ പോലും കണ്ണൂർ ജില്ലയിൽ ആറളത്ത് ഒരു ആദിവാസി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആനയുടെ ചവിട്ടിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 ഫിനാൻസ് കലണ്ടർ ഇയറിൽ 35 ആളുകളാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ 18 പേർ ആദിവാസികളായിരുന്നു. ഈ വർഷം ഇത് 3ാമത്തെ മരണമാണ് ഈ 2 മാസം കൊണ്ട് ആനയുടെ ആക്രമണത്തിൽ. കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട കാട്ടുപോത്ത് ഒരാളെ കൊന്നു, കടുവ 4 പേരെ കൊന്നു, അതിൽ ഒരാൾ ഇടുക്കിയിലാണ്. കാട്ടുപന്നി 11 പേരെ കൊന്നു, മയിൽ ഒരാളെ കൊന്നു, മാൻ ഒരാളെ കൊന്നു. അപ്പോൾ ഈ രീതിയിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ട് തുടരുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചട്ടപ്രകാരമുള്ള നടപടികളും അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന നടപടികൾ ഉണ്ടാവുന്നില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് നിയമം മാറ്റാനായിട്ട് പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. കേന്ദ്രം പറയുന്നത് നിലവിലുള്ള നിയമപ്രകാരം അത് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടിക്കളിച്ച് കൈ കഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കിഫ ഉന്നയിച്ചിരിക്കുന്ന ഈ പോയിന്റുകൾ മുഴുവൻ സംസ്ഥാന സർക്കാരിന് നിലവിൽ ഉള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര പെർമിഷൻ വേണ്ട ഒരു കാര്യങ്ങൾ നമ്മളതിനകത്ത് പറയുന്നില്ല. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11(2) പ്രകാരമുള്ള സെൽഫ് ഡിഫൻസിനുള്ള അവകാശം, അതായത് സ്വരക്ഷ എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട്. ഓൾറെഡി നിയമത്തിലുള്ള പ്രൊവിഷനാണ്. ഇപ്പോൾ മിനിഞ്ഞാന്ന് കണ്ണൂരിൽ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ പുലി ആക്രമിച്ചു, ഇരിട്ടിയിൽ. ആ പുലി വെടിവെച്ചു, നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ടാവും.
ആ പുലിയെ വെടിവെച്ച് കൊന്നത് 11(2) പ്രകാരമാണ്. ആ ഫോറസ്റ്റ് അധികൃതർ കേസെടുത്തിട്ടില്ല. ഇടുക്കി ജില്ലയിൽ 2 തവണ നിയമം ഉപയോഗിച്ചിട്ടുണ്ട്. മാങ്കുളത്ത് ഗോപാലിന്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ അറിയാം. 3 വർഷം മുമ്പ് മാങ്കുളത്ത് ഗോപാലൻ എന്ന് പറഞ്ഞ ആദിവാസിയുടെ ആട്ടിൻകൂട്ടിൽ പുലി കയറി ഗോപാലിനെ പുലിയെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ആ ഗോപാലിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് വനം മന്ത്രി ഇതുപോലെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് കോഴിക്കോട് വെച്ച് പറഞ്ഞു. അതുപോലെ ഗ്രാമ്പിയിൽ കടുവ ഇറങ്ങിയ സംഭവം തേയിലത്തോട്ടത്തിൽ നിങ്ങൾ കവർ ചെയ്ത അവിടെ ഈ കടുവയെ തപ്പിപ്പോയ ഫോറസ്റ്റുകാരെ കടുവ ആക്രമിക്കുകയും ആ കടുവ വെടിവെച്ചൊല്ലുകയും ചെയ്തു. അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് വനത്തിന് വെളിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള അവകാശം നാട്ടുകാർക്കാണ്. ഇത് കർഷകരുടെ മാത്രം പ്രശ്നമൊന്നുമല്ലോ. കർഷകരെ മാത്രമൊന്നുമല്ലോ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെയും പാൽ വിതരണക്കാരെയും പത്രം വിതരണം ചെയ്യാൻ പോകുന്ന ആളുകളെയും പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആളുകളെയും അമ്പലത്തിൽ പോകുന്ന ആളുകളൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഇത് ജനത്തിന്റെ മൊത്തമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വനത്തിന് വെളിയിൽ റവന്യൂ ഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ള നയപരമായ തീരുമാനം സർക്കാർ എടുക്കണം. വാർത്താ സമ്മേളനത്തിൽ കിഫ നേതാക്കളായ അലക്സ് ഒഴുകയിൽ, തോമസ് കെ ജോർജ്, KM അബ്രഹാം, മാർട്ടിൻ ജോൺ, ടോബിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം. വാട്ടർ ടാങ്കിന് മുകളിൽ അതിഥി മന്ദിരങ്ങളുമായി ഇടുക്കിയിൽ നവീന പദ്ധതി ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി വിനോദസഞ്ചാരികൾക്കായി ഗസ്റ്റ് ഹൗസുകൾ ആരംഭിച്ചു. ജലവിതരണത്തിന് പുറമെ നോൺ വാട്ടർ ഇൻകം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യഘട്ടമായി ഇടുക്കിയിലെ ചെറുതോണിയിലും പൈനാവിലുമാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിഥി മന്ദിരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. MLA ഫണ്ട് വിനിയോഗിച്ച് പൂർത്തീകരിച്ച പൈനാവ് സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെയും ഗസ്റ്റ് ഹൗസുകളുടെയും ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വാട്ടർ അതോറിറ്റിയുടെ ജലശുദ്ധീകരണ ശാലകളും വാട്ടർ ടാങ്കുകളും മുകളിലും താഴെയുമായിട്ടാണ് മുറികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ആദ്യപടിയായിട്ടുള്ള സിസ്റ്റമാണ് ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഞങ്ങളവിടെ പോയി ഏകദേശം സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു. മനോഹരമായി അതിന്റെ പണി തീർന്നിരിക്കുന്നു. അതിന്റെ ഉപരിതല ടാങ്ക് അതിന്റെ മുകളിലാണ് നമ്മുടെ സ്യൂട്ട് റൂമുകളും ഓഫീസ് റൂമുകളും സൂപ്രണ്ട് എഞ്ചിനീയർ ഓഫീസും അതോടൊപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസും ഉൾപ്പെടെയുള്ളതെല്ലാം അവിടെ മനോഹരമായി സജ്ജമാക്കിയിരിക്കുന്നു. അതിന്റെ മുകളിലേക്ക് വന്നാൽ ചെറുതോണിയിലെ 2 നല്ല സ്യൂട്ട് റൂം ആർച്ചില ഇങ്ങനെ തുറന്ന് കാണാവുന്ന പോലെ മനോഹരമായി ഇരിക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയും സൗകര്യങ്ങളും കൂടിയ സ്യൂട്ട് റൂമും 4 ഡീലക്സ് റൂമും പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ കാണാൻ മനോഹരമായ അസാധാരണമായ ഒരു നല്ല സൗഭാഗ്യം. ഏകദേശം ഒരു 100 മീറ്റർ പോലും ഇല്ല എൻ്റെ അടുത്ത് ഇടുക്കി ആർച്ചിലം കാണുക. ഞാനവിടെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയത് ഈ ഡാം തുറന്നു വിടുമ്പോൾ വെള്ളം കാണാൻ വേണ്ടി മനുഷ്യൻ ഓടുക. നേരെ വെള്ളം തുറന്നു വരുന്ന കാണാൻ മുകളിൽ ഇരുന്നാൽ മാത്രം ആർക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ നിലയിലെല്ലാം വലിയ മനോഹരമായ കാഴ്ച കാണാൻ കഴിയത്തക്ക മനോഹരമായ നിർമ്മിതിയാണ് അവിടെ തീർച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിപ്പിക്കുന്ന ഈ സംരംഭം വകുപ്പിന് പുതിയ വരുമാന മാർഗം തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ചെറുതോണിയിൽ 15 ലക്ഷം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കിന് മുകളിലായി 2 സ്യൂട്ട് റൂമുകളും 4 ഡീലക്സ് റൂമുകളും സജ്ജീകരിച്ചു. 200 പേർക്ക് ഇരിക്കാവുന്ന പെരിയാർ കോൺഫറൻസ് ഹാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറുതോണി അണക്കെട്ടിന്റെ മനോഹര ദൃശ്യം ആസ്വദിക്കാമെന്നതും പ്രധാന ആകർഷണമാണ്. പൈനാവിൽ 2.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റിന് താഴെയായി 3 സ്യൂട്ട് റൂമുകളും 2 സാധാരണ റൂമുകളും സജ്ജമാക്കി. 2 വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. മാർച്ച് 15 മുതൽ വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാകും. പദ്ധതി വിജയകരമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഗസ്റ്റ് ഹൗസുകൾ വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 3.4 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകി. 2026-27 വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വികസന സെമിനാർ രൂപം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിസി ജോബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വികസന സെമിനാർ പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 3.4 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകി. 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വികസന സെമിനാർ രൂപം നൽകിയത്. പൊതുവിഭാഗം 2.35 കോടി രൂപ, പട്ടികജാതി വിഭാഗം 55 ലക്ഷം, പട്ടികവർഗ വിഭാഗം 6 ലക്ഷം, മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 28 ലക്ഷം എന്നിങ്ങനെ ഫണ്ട് വകയിരുത്തി. വനിതാ ശിശു വയോജന ക്ഷേമ പദ്ധതികൾക്കായി 50 ലക്ഷം രൂപ നീക്കിവെച്ചു.
PMAY ലൈഫ് ഭവന പദ്ധതിക്ക് 84 ലക്ഷം രൂപയും മുട്ടം പുറപ്പുഴ CHകളുടെ വികസനത്തിന് 30 ലക്ഷം രൂപയും ഭിന്നശേഷി സ്കോളർഷിപ്പിന് 16 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 56 ലക്ഷം രൂപയും സേവന മേഖലയിൽ 1.65 കോടി രൂപയും പശ്ചാത്തല മേഖലയിൽ 54 ലക്ഷം രൂപയും ചെലവഴിക്കുന്നതിനുള്ള പ്രോജക്റ്റുകളാണ് തയ്യാറാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിസി ജോബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വികസന സെമിനാർ പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖല ഭവന നിർമ്മാണം, ആരോഗ്യം, വിദ്യാഭ്യാസം, പട്ടികജാതി വികസന ക്ഷേമം, കാർഷിക മേഖല അടക്കമുള്ള വിവിധങ്ങളായ മേഖലകളായി ആ മേഖലകളിലെ എല്ലാം സമഗ്രമായ ഒരു വികസനം ലക്ഷ്യമാക്കിയുള്ള ഒരു പദ്ധതി രേഖയാണ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ കരട് രേഖയാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വികസനവും കരുതലും എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ ഗ്രാമപഞ്ചായത്ത്, ഈ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ നടപ്പാക്കുന്ന പദ്ധതി അത് പ്രാവർത്തികമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ ഈ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തി. അത് ഏതാണ്ട് പൂർണ്ണതയിൽ എത്തി എന്ന് പറയുന്നില്ല. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ഇന്ന് നിങ്ങൾക്ക് നിർദ്ദേശിച്ച് അതിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളുടെ ഈ പദ്ധതി രേഖ അല്ലെങ്കിൽ നമ്മളുടെ വാർഷിക പദ്ധതി അത് ഫലവത്തായ രീതിയിൽ നാളുകളിൽ നടപ്പാക്കുവാൻ ജനപ്രതിനിധികളായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസുകുട്ടി ജോസഫ്, തോമസ് KK, ഷൈനി ഷാജി എന്നിവർ വ്യത്യസ്ത മേഖലകളിലെ ഫണ്ടുകളുടെ വിനിയോഗം വിശദീകരിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ, മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി സതീഷ്, പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത രവി, കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ജോമോൻ എന്നിവർ സംയുക്ത പ്രോജക്റ്റുകൾ നിർദ്ദേശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു CN, അസിസ്റ്റന്റ് സെക്രട്ടറി സിയാദ് TE, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CS ശശീന്ദ്രൻ, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ചർച്ച ചെയ്താണ് വികസന സെമിനാറിൽ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ ലേഡീസ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് വനിതകളെ അതിക്രമിക്കാൻ ശ്രമിച്ച യുവാവ് പോലീസ് പിടിയിലായി. അറക്കുളം സ്വദേശി അഖിൽ P രഘുവിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊടുപുഴയിലെ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽ ചാടിക്കടക്കുന്ന പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. രഘു നേരത്തെ മുട്ടം, പൂമാല എന്നിവിടങ്ങളിലെ ലേഡീസ് ഹോസ്റ്റലുകളിലും സമാന രീതിയിൽ അതിക്രമിച്ചു കയറിയതായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും.
ഇടുക്കിയിൽ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണം. 16-കാരിയടക്കം 5 സ്ത്രീകൾക്ക് പരിക്ക്. വഴിത്തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. രാജകുമാരി കുമ്പപ്പാറ സ്വദേശികളായ മണപ്പാടമുറിയിൽ ശ്രുതി, മാതാവ് സുധ, മാതൃ സഹോദരി പൊന്നമ്മ, അയൽവാസി കണ്ണംകുന്ന് ബിന്ദു, ഇവരുടെ 16 വയസ്സുകാരിയായ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഷാജി കൊച്ചുകരോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ബിന്ദുവിന്റെ വീടിന് സമീപം എത്തുകയും സ്ത്രീകളെ ആക്രമിക്കുകയുമായിരുന്നു. പ്രദേശത്തുകൂടി കടന്നുപോകുന്ന മൺപാതയിൽ ഗേറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണം. പകൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇരുവരോടും സ്റ്റേഷനിൽ എത്താൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഷാജി കൊച്ചുകരോട്ട് അടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ സംഘമായി രാത്രിയിലെത്തി സ്ത്രീകളെ മർദ്ദിച്ചത്. ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കണ്ടറിയാവുന്ന ഷാജി കൊച്ചുകരോട്ട്, ടിൻഡു മടത്തിശ്ശേരി, ടിനോയ് മടത്തിശ്ശേരി, രാജു മടത്തിശ്ശേരി, അജ്ജി മണപ്പാടമുറിയിൽ, പിന്നെ സിബി, ഇങ്ങനെ കുറച്ച് പേര്. പിന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, റോയി എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ വന്നിട്ട് എൻ്റെ അമ്മേനെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് പുറത്തിടുന്നേ ഞാൻ കണ്ടത് പെരക്കകത്തുനിന്ന്. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് കൊച്ചുണ്ടായിരുന്നു. ഞാൻ കൊച്ചിനെ അവിടെ വെച്ചിട്ട് കൊച്ചിനെ തല്ലി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിനെ വെച്ചിട്ട് ഞാൻ ഓടി ഇറങ്ങി ചെന്നു. ഞാൻ ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഇവർ ഇത്രയും പേര് കൂടി എൻ്റെ അമ്മേനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടത്താണ് കാണുന്നത്. വലിയ കമ്പുണ്ട് ഇവരുടെ കയ്യിൽ. ആ കമ്പ് വെച്ച് അടിക്കുമായിരുന്നു അമ്മയ്ക്കിട്ട്. അപ്പം ഞാൻ പോയി ഇവരെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ടിൻഡു മടത്തിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി എന്നെ പിടിച്ച് ഇലക്കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോയി എൻ്റെ ഉടുപ്പെല്ലാം വലിച്ച് കീറിയിട്ട് നിന്നെ ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലാത്ത ശരീരഭാഗത്തെല്ലാം കയറി പിടിച്ച് വയറിൻ്റെ ഇവിടെ എല്ലാം മാന്തി കക്ഷ ഇവിടെ എല്ലാം വലിച്ച് കീറി മാന്തി പറിച്ച് ഇവിടെയൊക്കെ നാം കൊണ്ട് പാടുണ്ട്. ഇവിടെ എല്ലാം വലിച്ച് കീറി എന്നെ നടുവെല്ലാം ചവിട്ടി കമ്പ് വെച്ച് അടിച്ച് ഇവിടെ എല്ലാം ചതഞ്ഞ് ശരിയായി കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേനും മുകളിൽ നിന്ന് കരച്ചിൽ കേട്ടു. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ മോളിൽ ബിന്ദു കണ്ണങ്കുന്നേൽ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ഇതുപോലെ കയറി ആ ചേച്ചീനെ അടിച്ച് ശരിയാക്കി ആ കൊച്ചിനെ എന്നെ കാണിച്ച പോലെ തന്നെ ഈ ടിനോയ് എന്ന് പറഞ്ഞ വ്യക്തി ഇവരെല്ലാവരും കൂടെ ആ കൊച്ചിൻ്റെ അനാവശ്യമായ ശരീരഭാഗങ്ങളെല്ലാം തൊട്ടിട്ട് ആ കൊച്ച് പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ചെന്നപ്പോഴും ഇവരെല്ലാവരും കൂടെ ഞങ്ങളെ കൂട്ടയടി കുറേ പേര് കൂടി അവിടെ ഇട്ട് ഞങ്ങളെ തല്ലി. പോലീസുകാരെ വിളിച്ച് പോലീസുകാർ വന്ന് പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് ആശുപത്രി വരാൻ. അന്നേരത്തേന് 1 മണിക്കൂറോളമായി തല്ലു കൊണ്ടിട്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ തലയ്ക്ക് അടി കിട്ടി. എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ചേച്ചിക്കൊക്കെ തലയ്ക്ക് അടി കിട്ടി. അമ്മയൊക്കെ ബോധം കെട്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾ പോലീസിനെ വിളിച്ച് കരഞ്ഞു പോവുകയാണ് പോലീസുകാർ വന്ന് ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചത്. അതുപോലെ ഞങ്ങളെ മർദ്ദിച്ചു. രാത്രി വീട് കയറി. സ്ത്രീകൾ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ തന്നെയും ക്രൂരമായി ആക്രമിച്ചെന്നും അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറിയെന്നും കുട്ടി പറയുന്നു. എൻ്റെ കൈ കൊച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ അമ്മേനെ മുടിയെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് ഒരു വലിയ കമ്പ് ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ തോന്നുന്നു എൻ്റെ അമ്മ ചിലപ്പോൾ ആ ഒരു കമ്പിൻ്റെ അടി കൊണ്ടായിരുന്നെങ്കിൽ മരിച്ചു പോയേനെന്ന്. അതുപോലെ വലിയതായിട്ട് അടിക്കാൻ പോയപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഓടി കയറി അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ കമ്പ് പിടിച്ച് നിർത്തി. എൻ്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നു. ആ കമ്പ് ഞാൻ പിടിച്ച് നിർത്തിയപ്പോൾ ആരാന്നറിയില്ല, ഒരാൾ എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ടിനോയി എന്ന് പറയുന്ന ചേട്ടൻ എൻ്റെ സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിയ റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ലെന്ന അമിക്സ് ക്യൂറിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. സ്റ്റാർലൈൻ റിസോർട്ടാണ് പൂട്ടിയത്. അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന റിസോർട്ട് പൂട്ടാൻ മുമ്പ് 3 തവണ റവന്യൂ വകുപ്പ് ശ്രമിച്ചിരുന്നെങ്കിലും നടപടി CPM നേതാക്കൾ തടഞ്ഞിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മൂന്നാർ ഡിവൈഎസ്പി ആർ ചന്ദ്രകുമാർ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ ശേഷമാണ് നടപടി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം പ്രോപ്പർട്ടി പെർമിഷൻ ഉണ്ട്. പിന്നെ കോടതിയിൽ നാളെ കേസിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നാളെ കോടതിയിൽ പറയാം. കേട്ടല്ലോ, ഹൈക്കോടതി നാളെ പറയാം. 2-3 പ്രാവശ്യം വന്നിട്ടും പോലീസ് വന്നിട്ടും നടത്താതെ പോയി എന്നുള്ളതാണ് ആക്ഷേപം. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈക്കോടതി പറയാം. ഇപ്പൊ തഹസിൽദാർ രേഖാമൂലം ന്യായമായിട്ടും നിയമാനുസൃതം ഇത് ലോക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് പറയാം. മൂന്നാറിൽ റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ നിർമ്മിച്ച കെട്ടിടങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു.
ഈ ഉത്തരവ് ലംഘിച്ച് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിൽ മൂന്നാർ സ്റ്റാർ ലൈൻ റിസോർട്ട് പ്രവർത്തിച്ചുവെന്ന പരാതിയുമായി സൂര്യനെല്ലി സ്വദേശി മൈക്കിൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി കെട്ടിടം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ഉറപ്പാക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അനധികൃത കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതും തുറന്ന് പ്രവർത്തിക്കരുതെന്ന് കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴും രാത്രി സമയങ്ങളിൽ പ്രവർത്തനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് ഉടുമ്പൻചോല LR തഹസിൽദാർ സിദ്ദിഖ് വ്യക്തമാക്കി. നേരത്തെ അനധികൃത ബിൽഡിങ്ങിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതി തന്നെ ഉത്തരവുണ്ടായിരുന്നു. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിന് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സീൽ ചെയ്തത്. അത് ഹൈക്കോടതി കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം. അതിനുവേണ്ടി ചെയ്തതാണ്. കെട്ടിടം അനധികൃതമാണ് നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ പിന്നെ നിർമ്മാണം നടത്തിവെന്നു. അതിനുശേഷം അതിൽ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞിരുന്നു. NOCയും പട്ടയവുമുള്ള കെട്ടിടമാണെന്നും കോടതി ഇടപെടലിന് ശേഷം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും റിസോർട്ട് ഉടമ മനോജ് പറഞ്ഞു. സ്വന്തക്കാർ കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വീഡിയോ എടുക്കുക, കള്ളപ്പറയ കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസമായി ഈ റിസോർട്ട് അടച്ചിട്ട്. ഇത് നോക്കി ഹോം സ്റ്റേയിലാണ് അടച്ചിട്ടിരിക്കുന്നത്. തഹസിൽദാർ അന്ന് ഒരു പരാതി കൊടുത്തു, കള്ളപ്പരാതി. എങ്ങനെ ഞാൻ NOC കൂടെ എടുക്കാതെ ബിൽഡിംഗ് പണിതത്? NOC കൊണ്ട് പട്ടയമുള്ള ഭൂമിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വന്നതുപോലെയാണ് പുള്ളി എന്നെ പുറത്ത് തള്ളുന്നത്. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ മക്കൾ 12ൽ പഠിച്ചിരിക്കുക, എക്സാം നടന്നിട്ടിരിക്കുക. ഒരുത്തനും 9ാം ക്ലാസ്. പ്രായമുള്ള അമ്മയും ഉണ്ട് വീട്ടില്. ഇവിടെ സ്ഥിരം നമ്മൾ ഉപദേശിക്കുന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്? എന്റെ തെറ്റാണ് ഞാൻ ചെയ്തത്. ഇവിടെ ഞാൻ NOC പ്രോപ്പറായിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ക്വയർ ഫുട്ട് കൂടി എന്ന് പറഞ്ഞ് ഇനി ഇത്ര മനസ്സിൽ ഇങ്ങനെ ഇയാൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇവ 6 മാസമായി. ഞാൻ ഒരു പണിക്ക് പോയിട്ടുമില്ല. എനിക്ക് എന്ത് ജോലിയില്ല. ഇത് നോക്കിയേ, ഈ റിസോർട്ട് നോക്കിയേ. അതിൽ എക്സ്പെക്റ്റേറ്റ് ആയി കിടക്കുന്ന അതിൽ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മറുപടി പുള്ളി ഒരു കാര്യം കൂടി മറുപടി പറയുന്നില്ല. ജനങ്ങളെ സംരക്ഷിക്കുന്ന പകരം ഈ കേരളത്തിലും പിണറായി വിജയന്റെ ഭരണകാലത്ത് ഈ രീതിയിലുള്ള കർഷകനെയും കർഷക തൊഴിലാളി സാധാരണക്കാരെ കുടിയിറക്കുന്ന ഫുൾ ഡ്രസ് രാജാണ് നടക്കുന്നത്. ഈ നേരിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. വരാൻ തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കും കേരളത്തിലെ ഇടതുപക്ഷമാണ് ഗവൺമെന്റിന്. കേട്ടോ, സച്ചിദാനന്ദൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഹൈക്കോടതി ഉത്തരവുകൾ കർശനമായി നടപ്പിലാക്കുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. കൂടുതൽ പരിശോധനകളും തുടർ നടപടികളും ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തടിയമ്പാട് പാലം അനുവദിച്ച സമയത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം അനുവദിച്ച സമയത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്ഥലത്തെത്തിയ MP കരാറുകാരുമായും എഞ്ചിനീയർമാരുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയ ശേഷമാണ് പ്രതികരിച്ചത്. സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പാലത്തിന് 220 മീറ്റർ നീളമുണ്ടാകും. ജില്ലയിൽ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നായിരിക്കും ഇത്. ദേശീയപാത 185 നിർമ്മിക്കുന്ന ഈ പാലം ചെറുതോണിയെയും തടിയമ്പാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് സൗകര്യമായിട്ടാണ് ഒരുക്കുന്നത്. പ്രദേശത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പാലം സഹായകരമാകും. പാലത്തിന്റെ നിർമ്മാണത്തിനായി ആവശ്യമായ 6 ഫില്ലറുകളിൽ 5ന്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. 6ാമത്തെ ഫില്ലറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും MP അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് പാലം തുറന്നു നൽകുന്നതിനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. 220 മീറ്റർ ദൈർഘ്യമുള്ള ജില്ലയിലെ ഏറ്റവും വലിയ പാലമായിട്ടാണ് ഈ തടിയമ്പാട് പാലം വരുന്നത്. ഇതിൻ്റെ നിർമ്മാണ കാലാവധി എന്ന് പറയുന്നത് 1.5 വർഷമാണ്. ഈ 1.5 വർഷത്തിനിടയിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ ഇപ്പോഴത്തെ ഈ ഒരു പുരോഗതി വെച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം. അപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു വികസന പ്രവൃത്തിയാണ് തടിയമ്പാട് പാലം എന്നുള്ള കാര്യം സംശയമില്ല. ദേശീയപാത 185 അതിൻ്റെ പരിപൂർണമായ റോഡ് വൈഡനിങ്ങും അതോടൊപ്പമുള്ള മറ്റ് വികസന പ്രവൃത്തികളും പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ ചെറുതോണിക്ക് ഒരു ബൈപ്പാസ് എന്നുള്ള നിലയിൽ നമ്മുടെ തടിയമ്പാട് ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതേറെ പ്രദേശവാസികൾക്ക് അതോടൊപ്പം തന്നെ ഇതിലെ കടന്നു പോകുന്ന സഞ്ചാരികൾക്കെല്ലാം ഗുണപ്രദമാകും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. MPയോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ AP ഉസ്മാൻ, PD ജോസഫ്, CP സലീം, തടിയമ്പാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺ കുത്തനാപ്പള്ളി എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹകരണത്തോടെ തൊടുപുഴയിൽ നടക്കുന്ന കരകൗശല പ്രദർശന വിപണനമേളയിൽ തിരക്കേറുന്നു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ മാർച്ച് 2 വരെയാണ് മേള നടക്കുന്നത്. കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹകരണത്തോടെ നടത്തുന്ന കരകൗശല പ്രദർശന വിപണനമേളയിൽ തിരക്കേറുകയാണ്. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ പ്രദർശനമേള മാർച്ച് 2 വരെയാണ്. പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളായ തടിയിലും മുളയിലും ചിരട്ടയിലും നാരുകളിലും തീർത്ത
അതിമനോഹരങ്ങളായ ശില്പങ്ങൾ മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും നൽകുവാൻ ആയുർവേദത്തിൻ്റെ വരദാനങ്ങളായ ഔഷധക്കട്ടിലുകൾ, കരകൗശലത്തിൻ്റെ വിപണിക്കട്ടലുകൾക്ക് അപ്പുറമെത്തിച്ച ആറന്മുള കണ്ണാടി, മനസ്സിന് ഇമ്പമേകുന്ന പെയിൻറ്റിംഗ് വസ്തുക്കൾ, ശരീരത്തിന് ഇമ്പമേകുന്ന അതിമനോഹരമായ എംബ്രോയിഡറി തുണിത്തരങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽപ്പെട്ട കരകൗശല വിദഗ്ധരാണ് ഈ പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് അവർക്ക് മറ്റുള്ളവർക്ക് കാണുവാനും വിപണനം നടത്താനുമുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻകം ജനറേറ്റിംഗ് തലത്തിലേക്ക് ഈ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും അത് വിൽക്കാനുമുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂറൽ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിൽ വരുന്ന സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിപണനത്തിൽ വെച്ചിരിക്കുന്നത്. അത്യപൂർവമായ കരകൗശല ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാത്ത ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയുമെന്ന പ്രത്യേകതയാണ് മേളയ്ക്കുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവിദഗ്ധരായ കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. ചെറുകിട സംരംഭകരും വിവിധ സ്ഥാപനങ്ങളും അടക്കം 30ഓളം സ്റ്റാളുകൾ ഉള്ള മേളയിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSCB പെൻഷനേഴ്സ് കൂട്ടായ്മ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുൻപിൽ ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനവും നടന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി EP ശ്രീദേവി നിർവഹിച്ചു. ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSCB പെൻഷനേഴ്സ് കൂട്ടായ്മ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുൻപിൽ ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനവും നടന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി EP ശ്രീദേവി നിർവഹിച്ചു. KSCB ലിമിറ്റഡിലെ പെൻഷനേഴ്സിൻ്റെ അവരുടെ വേദനകളും അതുപോലെ തന്നെ അവരുടെ ആവലാതികൾക്കും ഒരു ആശ്വാസമായിട്ട് പിറവി കൊണ്ട ഒരു സംഘടനയാണ് നമ്മളുടെ പെൻഷനേഴ്സ് കൂട്ടായ്മ. അന്ന് നമ്മൾ എടുത്തിട്ടുള്ള നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും നമ്മളുടെ ആ ഒരു പ്രവൃത്തി പന്ഥാവിലേക്ക് നമ്മളുടെ അതിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് KSCB ലിമിറ്റഡിലെ പെൻഷൻകാർ അവരുടെ ഒരു പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ പെൻഷൻ മുടങ്ങാതിരിക്കുവാനുള്ള, അതായത് നമ്മുടെ അന്നമാണത്. അതായത് സർവീസിലിരുന്ന കാലത്ത് ശമ്പളം നമ്മുടെ അന്നമായിരുന്നുവെങ്കിൽ പെൻഷനായി കഴിഞ്ഞപ്പോൾ ആ പെൻഷൻ നമ്മുടെ അന്നമാണ്. അന്നം മുടങ്ങാതിരിക്കുവാനായിട്ട് പിറവിക്കൊണ്ട ഒരു സംഘടനയാണ് നമ്മുടെ. ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടേയില്ല. ഓരോ ദിവസം പോകുന്തോറും 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ബൃഹത്തായ സംഘടന. ഇപ്പം നമ്മൾ നേരത്തെ പല വേദികളിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് KSCB ലിമിറ്റഡിൽ ബൃഹത്തായ, അതായത് അംഗബലം കൊണ്ടൊക്കെ ബൃഹത്തായ സംഘടനകളിൽ 3ാമത്തെ സംഘടനയാണ് നമ്മുടെ പെൻഷനേഴ്സ് കൂട്ടായ്മ എന്നുള്ളത്. എന്നാൽ ഇന്ന് അത് 2ാമത്തെ ഒരു സംഘടന, അതായത് അംഗബലം കൊണ്ട് 2ാമത്തെ സംഘടന എന്നുള്ളതിലേക്ക് നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DA കുടിശ്ശിക ഐക്യദാർഢ്യ പ്രകടനവും തുടർന്ന് നടന്ന വിശദീകരണ യോഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ജീവനക്കാരെ, പ്രിയപ്പെട്ട പെൻഷൻകാരെ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇന്ന് നൽകാനുള്ള DA കുടിശ്ശിക എത്ര നാളത്തെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര നാളത്തെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളറിയണം. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കറിയില്ല എന്നതിന് 100% ഉറപ്പുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിലെ 2 കൊല്ലമായി തടഞ്ഞു വെച്ച DA
ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചരിത്രത്തിലാദ്യമായി ഒരവകാശം നിയമ പോരാട്ടത്തിലൂടെ സംരക്ഷിച്ച ചരിത്രം രചിച്ച സംഘടനയുടെ ധീരപുത്രന്മാരാണ് നിങ്ങൾ. ജില്ലാ പ്രസിഡന്റ് KT ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KM നീലകണ്ഠൻ, രക്ഷാധികാരി KA എബ്രഹാം, ട്രഷറർ NB വിജയൻ, മൂലമറ്റം യൂണിറ്റ് പ്രസിഡന്റ് ചെറിയാൻ AS, സെക്രട്ടറി ബിജുമോൻ KG, സംസ്ഥാന കമ്മിറ്റി അംഗം ബൽരാജ് TG എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരിക്ക് രക്ഷകരായി അഹിംസ ബസ് ജീവനക്കാർ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വണ്ണപ്പുറത്തു നിന്നും തൊടുപുഴയ്ക്ക് പോകുകയായിരുന്ന അഹിംസ ബസ് യാത്രാമധ്യേ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ബസ് ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ യാത്രക്കാരിയെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. ഡ്രൈവർ വിഷ്ണുവിൻ്റെയും സഹപ്രവർത്തകരുടെയും സംയോജിതമായ ഇടപെടലിനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരും അഭിനന്ദിച്ചു. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കമായി. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ സാജു ജോർ കുരിക്കാപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ISRO മുൻ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കമായി. ടെക്നോ ഫെസ്റ്റിൽ വിവിധ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും റോബോട്ട് ഷോ അടക്കം നിരവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. മുൻ ISRO ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. Like InSpace, NCIL. NCIL is the commercial arm. InSpace is a single window system where if you are interested, if you have an idea, you want to use space and start a startup, you can approach InSpace. They will help you. There are many venture capitalists ready to fund. Money is not at all a problem. I can tell one example. While I was in Human Space Flight Center in Bangalore, one young guy, he must be 40 now, and he after a few years in ISRO just quit the job. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ സാജു ജോർജ് കുരിക്കാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോൺ MLA, എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി, ചെയർമാൻ ബേബി തോമസ്, ട്രഷറർ KP ജോർജ്, മാനേജർ ലാൽ വർഗീസ്, ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, പ്രിൻസിപ്പൽ തോമസ് ജോർജ്, പോളിടെക്നിക് പ്രിൻസിപ്പൽ പോൾസൺ പീറ്റർ, ടെക്നോ കൾച്ചറൽ കോർഡിനേറ്റർ പ്രൊഫസർ ഷൈനി പീറ്റർ, കോളേജ് യൂണിയൻ ചെയർമാൻ നിവിൻ പ്രദേശ്, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഐഷ C ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കർഷകരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ കിഫ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവകാശ പത്രിക അവതരിപ്പിച്ചു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് 30-ലധികം നിർദ്ദേശങ്ങളുമായി അവകാശ പത്രിക അവതരിപ്പിച്ചത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം. വാട്ടർ ടാങ്കിന് മുകളിൽ അതിഥി മന്ദിരങ്ങളുമായി ഇടുക്കിയിൽ നവീന പദ്ധതി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 3.4 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകി. 2026-27 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വികസന സെമിനാർ രൂപം നൽകിയത്. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.